ഏകീകൃത കുർബാനയർപ്പണത്തെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും വത്തിക്കാനും സീറോ മലബാർ സഭാ സിനഡും കൈക്കൊണ്ട തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എക്സ്കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ടും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പുറപ്പെടുവിച്ച കത്ത് പുറത്തുവന്നു. കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാനോനിക നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ ഇവയാണ്. തന്റെ തന്നെ മേലധ്യക്ഷൻ നിയമാനുസൃതം പുറപ്പെടുവിക്കുന്ന കൽപ്പനയോ നിരോധനമോ അനുസരിക്കാതിരിക്കുകയും ശാസനയ്ക്ക് ശേഷവും അനുസരണമില്ലായ്മയിൽ തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തി കുറ്റവാസനയുള്ളവൻ എന്ന നിലയിൽ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഏതൊരു മേലധ്യക്ഷനെതിരെയും ഉപജാപം നടത്തുകയോ വിദ്വേഷം വളർത്തുകയോ അദ്ദേഹത്തിന്റെ അധീനരെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നയാൾ, പ്രത്യേകിച്ചും കുറ്റം ചെയ്യപ്പെട്ടത് പാത്രിയാർക്കീസിനോടോ മാർപ്പാപ്പയോട് പോലുമോ എതിരെ ആണെങ്കിൽ വലിയ മഹറോൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ശുശ്രൂഷയുടെയോ തെരഞ്ഞെടുപ്പിന്റെയോ സഭാപരമായ അധികാരത്തിന്റെയോ സ്വാതന്ത്ര്യമോ സഭയുടെ ഭൗതിക വസ്തുക്കളുടെ നിയമാനുസൃത ഉപയോഗമോ തടസ്സപ്പെടുത്തുകയോ സമ്മതിദായകനെയോ അധികാരമോ ശുശ്രൂഷയോ വിനിയോഗിക്കുന്ന ഒരുവനെയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തി അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ദൈവദൂഷണത്തിനായോ ശരിയായ ധാർമ്മികതയ്ക്ക് ഗുരുതരമായ ഉപദ്രവമേൽപ്പിക്കാനോ മതത്തെയോ സഭയോ ക്ഷതപ്പെടുത്തുവാനോ വെറുപ്പോ അവജ്ഞയോ ഉദ്ദീപിപ്പിക്കുവാനോ ആയി പരസ്യ ആവിഷ്കാരമോ പ്രഭാഷണമോ പരസ്യമായി വിതരണം ചെയ്യപ്പെടുന്ന രേഖയോ മറ്റ് സമ്പർക്ക മാധ്യമങ്ങളോ ഉപയോഗിക്കുന്ന ഒരുവൻ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സഭയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘടനയിൽ അംഗമായി ചേരുന്ന ഒരുവൻ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു മെത്രാനെതിരെ ശാരീരിക ബലപ്രയോഗം നടത്തുകയോ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഗുരുതരമായ ദ്രോഹം വരുത്തുകയോ ചെയ്യുന്നയാൾ അനുയോജ്യമായ ശിക്ഷയാൽ അയാൾ ഒരു വൈദിക ശുശ്രൂഷയാണെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടൽ പോലും ഒഴിവാക്കാതെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും ഇതേ കുറ്റം ഒരു മെത്രാപ്പോലിത്തയ്ക്കോ പാത്രിയാർക്കീസിനോ മാർപ്പാപ്പയ്ക്ക് പോലുമോ എതിരെയാണെങ്കിൽ കുറ്റക്കാരനായ വ്യക്തിയെ വലിയ മഹറോൻ ശിക്ഷയിൽപ്പെടുത്തേണ്ടതാണ്. അവസാനത്തെ കാര്യത്തിൽ ശിക്ഷ ഒഴിവാക്കാൻ മാർപ്പാപ്പയ്ക്ക് തന്നെ സംവരണം ചെയ്തിരിക്കുന്നു. മറ്റൊരാൾക്ക് ഗുരുതരമായി ഉപദ്രവമേൽപ്പിക്കുകയോ ഏഷണി കൊണ്ട് മറ്റൊരാളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുകയോ ചെയ്തിരിക്കുന്ന ആരെയും ഉചിതമായ പരിഹാരം ചെയ്യുവാൻ നിർബന്ധിക്കേണ്ടതാണ്. എന്നാൽ ഇപ്രകാരമുള്ളൊരു വ്യക്തി വിസമ്മതിക്കുകയാണെങ്കിൽ അയാളെ ചെറിയ മഹറോൻ ശിക്ഷയാലോ സസ്പെൻഷനാലോ ശിക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലും നിയമം നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള മേലധ്യക്ഷന്റെ അനുസ്മരണം മനഃപൂർവ്വം ഒഴിവാക്കുകയോ നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും തിരുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരുവനെ വലിയ മഹറോൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. വിശുദ്ധ കുർബാനയുടെയോ മറ്റു കുദാശകളുടെയോ പരികർമ്മം കപടമായി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി വലിയ മഹറോൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സഭയിൽ അനുസരണമില്ലായ്മയും അച്ചടക്കരാഹിത്യവും വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികളിൽ സഭ കർശന നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെയും സൂചനയായാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ കത്ത് വിലയിരുത്തപ്പെടുന്നത്.